വന്ദേ കന്യാകുമാരീം യമദിശ ജലധേ കുലധേശേലസന്ധിം കോട്യാദിത്യപ്രകാശം സുരഗണവിനുതാം സർവലോകപ്രപൂജ്യാം ഈശാനേ ബദ്ധചിത്താം പ്രവൃദ്ധതരലസന്നാസികാമുക്തികാഢ്യാം ഹസ്താബ്ജന്യസ്തഹാരാം ശ്രുതജനവരദാമേവ ബാലാംബികാം താം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സ്വാഗതം. ദശമസ്കന്ധം 13-ാമത്തെ അധ്യായം ഭ്രമരീ ചരിതമാണ് പറയണത്. അരുണൻ എന്ന അസുരൻ ബ്രഹ്മാവിനെ കൊടും തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷമായി മരണമില്ലാത്ത വരം വേണമെന്ന് ചോദിച്ചു. അത് തരാൻ കഴിയില്ല, മറ്റേതെങ്കിലും വരങ്ങൾ ചോദിക്കൂ എന്ന് ബ്രഹ്മാവ് പറയുന്ന ഭാഗം വരെ പറഞ്ഞു നിർത്തി. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, യുദ്ധത്തിൽ വെച്ചോ ശസ്ത്രങ്ങൾ കൊണ്ടോ പുരുഷന്മാരിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ ഇരുകാലികളിൽ നിന്നോ നാൽകാലികളിൽ നിന്നോ രണ്ടുമില്ലാത്തവരിൽ നിന്നോ എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല എന്നുള്ള വരം നൽകണം. ദേവന്മാരെ ജയിക്കാൻ തക്ക ബലം നൽകണം എന്നൊക്കെ അവൻ ചോദിച്ചു. അവന്റെ അപേക്ഷ കേട്ട് ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞ് അവന് ആ വരങ്ങളൊക്കെ കൊടുത്തു. വരം നൽകിയിട്ട് ബ്രഹ്മാവ് അപ്പോൾ തന്നെ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അരുണൻ എന്ന ആ ദൈത്യൻ പാതാളത്തിൽ തന്നെ ആശ്രയിച്ചു കഴിയുന്ന ദൈത്യന്മാരെ വിളിച്ചുകൂട്ടി. ബ്രഹ്മവരത്താൽ ദർപ്പിതനായ അഹങ്കാരിയായ അവൻ അസുരന്മാരെല്ലാവരും വന്ന് അവനെ ദൈത്യരാജാവായി വാഴിച്ചു. യുദ്ധസന്നദ്ധരായിരിക്കുന്നു എന്ന് അറിയിക്കാൻ അമരാവതിയിലേക്ക് ഒരു ദൂതനെ അയച്ചു. ദേവേന്ദ്രൻ ഭയപ്പെട്ട് വിറച്ചു. ദേവന്മാരോടുകൂടി അദ്ദേഹം ബ്രഹ്മാവിന്റെ സദനത്തിലേക്ക് ചെന്നു. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും നിർത്തിക്കൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാദേവന്റെ ഭവനത്തിലേക്ക് കൈലാസത്തിലേക്ക് ചെന്നു. അവരാ ദേവദ്രോഹിയെ വധിക്കുന്നതിനെപ്പറ്റി അപ്പോൾ തന്നെ ആലോചന തുടങ്ങി. അതിനിടയ്ക്ക് ദൈത്യസൈന്യത്തോടുകൂടി അരുണൻ സ്വർഗം എത്തിക്കഴിഞ്ഞിരുന്നു. ആദിത്യൻ, ചന്ദ്രൻ, യമൻ, അഗ്നി എന്നിവരുടെ അധികാരങ്ങൾ ഓരോന്നും അവൻ പിടിച്ചെടുത്തു. തപസിദ്ധി കൊണ്ട് നാനാരൂപം ധരിച്ച് അവൻ നിർവഹിച്ചു തുടങ്ങി. തങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ദേവന്മാരെല്ലാവരും കൂടി കൈലാസത്തിലേക്ക് വന്നു. ശങ്കരനെ സ്തുതിച്ചു. അവരുടെ ദുഃഖം പ്രത്യേകം പറഞ്ഞു ഭഗവാനോട്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരെല്ലാം ചിന്താകുലരായി. യുദ്ധം ചെയ്തോ ശസ്ത്രങ്ങൾ കൊണ്ടോ പുരുഷനെ കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ രണ്ടുമില്ലാത്തവരെ കൊണ്ടോ അവന് മൃത്യു സംഭവിക്കില്ല എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ചിന്താകുലരായി തിന്നു. എന്താ ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയാതെ കണ്ടായി. ആ സമയത്ത് ഒരു അശരീരി വാക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഭുവനേശ്വരിയെ ഭജിക്കൂ, അവൾ നിങ്ങളുടെ കാര്യം നിറവേറ്റും എന്നാളായിരുന്നു അശരീരി വാക്ക്. ഗായത്രി ജപത്തിൽ സദാ ആസക്തനായ ദൈത്യരാജാവ് എപ്പോൾ അത് ഉപേക്ഷിക്കുമോ അപ്പോൾ അവൻ മൃത്യുവശനായിത്തീരും എന്ന് ആ അശരീരിയിൽ കൂടി അവർ മനസ്സിലായി. ദൈവികമായ അത്തരം വാക്ക് കേട്ട ദേവന്മാര് പരസ്പരം ആലോചിച്ചു. ബൃഹസ്പതിയെ വിളിച്ച് ദേവേന്ദ്രൻ വിവരമറിയിച്ചു. അങ്ങ് ദേവകാര്യം സാധിക്കാൻ വേണ്ടി അസുരന്റെ അടുത്തേക്ക് പോണം. അവൻ ഗായത്രിയെ ഉപേക്ഷിക്കാൻ തക്കവണ്ണം വേണ്ടത് ചെയ്യണം. ധ്യാനയോഗമനുസരിച്ച് ഞങ്ങൾ പരമേശ്വരിയെ സേവിക്കാം. ആ ഭഗവതി പ്രസന്നയായി അങ്ങയെ സഹായിക്കും എന്ന് ബൃഹസ്പതിയോട് അപേക്ഷിച്ചു. അവരെല്ലാവരും ജംബൂനാഥേശ്വരത്തിന്റെ സന്നിധിയിലേക്ക് പോയി. ആ ദേവി ചൈതന്യമായിരിക്കുന്നതായിട്ടുള്ള അവിടെ വെച്ചുകൊണ്ട് അവരെല്ലാവരും ഇതാ ദേവിയെ സ്തുതിക്കാനും ഭജിക്കാനും തുടങ്ങി. അവരുടെ തപസ്സെല്ലാം തുടങ്ങി. ദേവിയുടെ മായാബീജം സദാ ജപിച്ചുകൊണ്ട് ദേവീയാഗം അനുഷ്ഠിച്ചു. ബൃഹസ്പതി വളരെ വേഗം അസുരന്റെ സന്നിധിയിലേക്ക് അരുണന്റെ അടുത്തേക്ക് ചെന്നു. കാരണം അവൻ ആ ഗായത്രി ഉപാസകനാണ്. ഗായത്രി ദേവിയുടെ ഗായത്രി മന്ത്രം അവൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ആ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു വരികയാണ്.
അതാണല്ലോ അശരീരിയിൽ പറഞ്ഞത്. അവൻ എപ്പോഴാണോ ഗായത്രി മന്ത്രം ഉപേക്ഷിക്കുന്നത് അപ്പോൾ മഹേശ്വരിയാൽ ദേവിയാൽ അവൻ വധിക്കപ്പെടുമെന്നാണ് അശരീരി കേട്ടത്. അപ്പോൾ അവന്റെ ഗായത്രി മന്ത്രം ജപം എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബൃഹസ്പതി ഇത് അവിടേക്ക് പോകുന്നത്. ബൃഹസ്പതി അവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ദൈത്യരാജാവായിട്ടുള്ള അരുണൻ ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാ വരുന്നത്? എന്തിനാ വരണത്? ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? ഞാൻ അങ്ങയുടെ പക്ഷത്തുള്ളവനല്ലല്ലോ, ഞാൻ ദൈത്യനാണല്ലോ, അങ്ങാണെങ്കിൽ ദേവന്മാരുടെ ഗുരുവാണല്ലോ, എൻ്റെ ശത്രുവാണല്ലോ, എന്താ കാരണം എന്നൊക്കെ അവൻ ചോദിച്ചു. അപ്പോൾ ബൃഹസ്പതി അവനോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഏത് ദേവിയെയാണോ സദാ സേവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദേവിയെ തന്നെയാണ് അങ്ങും സേവിക്കുന്നത്, അതായത് ആ ഗായത്രി ദേവിയെ. ഞാൻ ഗായത്രി ഉപാസകനാണ്, ആ ഗായത്രിയെ തന്നെയാണ് അങ്ങും ഉപാസിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എൻ്റെ പക്ഷത്തുള്ളവൻ തന്നെയാണ്, അല്ലാതാവുന്നത് എങ്ങനെയാണ്? നമ്മൾ രണ്ടുപേരും ഒരു പക്ഷക്കാർ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ ബൃഹസ്പതി അവനോട് പറഞ്ഞു. അഹങ്കാരത്തോടെ പരമമായ ഗായത്രി മന്ത്രം അവൻ ഉപേക്ഷിച്ചു. ദേവന്മാരോടുകൂടി, അതായത് അങ്ങയോടോ ദേവന്മാരോടോ കൂടിയുള്ള സഖ്യം, സൗഹാർദ്ദം, അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ മിത്രമല്ല, ശത്രുവായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഈ ഗായത്രി മന്ത്ര ജപം കൊണ്ട് ഞാൻ അങ്ങയുടെ മിത്രമാവണോ ബന്ധുവാവണോ എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗായത്രിയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൻ അന്നു മുതൽ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉപേക്ഷിച്ചു. ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉപേക്ഷിച്ചത് മൂലം ആ അരുണൻ, ആ ദൈത്യൻ, തേജസ്സും ബലവുമെല്ലാം കുറഞ്ഞു. കാര്യം നിറവേറ്റിയ ബൃഹസ്പതി അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി തിരിച്ചു വന്ന് ദേവന്മാരോട് ആ വൃത്താന്തങ്ങളെയൊക്കെ പറഞ്ഞു. സന്തുഷ്ടരായി ദേവന്മാരെല്ലാം ദേവിയെ ഭജിച്ചു. ഇങ്ങനെ കുറെ നാൾ അവരെ ദേവിയെ ഭജിച്ചു നിന്നു. അപ്പോൾ പ്രത്യക്ഷമായി ദേവി അവർക്ക് ദേവി ദർശനം കൊടുത്തു എന്നാണ് പറയണത്. വിചിത്രമായിട്ടുള്ള വസ്ത്രങ്ങള്, ആഭരണങ്ങള്, മാല്യങ്ങള് ഇതൊക്കെ അണിഞ്ഞിരുന്നു. തന്റെ മുഷ്ടിയിൽ, കൈക്കുള്ളിൽ വിചിത്ര ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടുകള് ഉണ്ടായിരുന്നു. അഭയമുദ്രയോടുകൂടിയ ദേവി ഇതാ പലതരം വണ്ടുകൾ പാറിപ്പറക്കുന്ന മാലയണിഞ്ഞ് സുശോഭിതയായിട്ട് അവരുടെ മുമ്പിൽ ദർശനം കൊടുത്തു. ദർശനം തന്ന ദേവിയെ അവരെല്ലാം സ്തുതിച്ചു, നമസ്കരിച്ചു. ആ ദേവിയെ ദർശിച്ച ബ്രഹ്മാദിദേവന്മാര് ദേവിയെ വാഴ്ത്തിത്തുതിച്ചപ്പോൾ ദേവി അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം നമസ്കാരം. ദേവി അവരെ സ്തുതിച്ച സ്തുതികളെ അവിടെ പറയുന്നുണ്ട്. നമോ ദേവി മഹാവിദ്യേ സൃഷ്ടി സ്ഥിത്യന്തകാരിണി നമ കമലപത്രാഖി സർവാധാരേ നമോസ്തുതേ മുതലായിട്ടുള്ള കുറെ ശ്ലോകങ്ങള് ഈ ദേവന്മാര് ദേവിയെ സ്തുതിച്ചതായിട്ടുള്ള ശ്ലോകങ്ങള്, ദേവിയുടെ ലീലകളെ, ദേവിയുടെ മഹാത്മ്യങ്ങളെയെല്ലാം കീർത്തിച്ചുകൊണ്ടുള്ള ആ ശ്ലോകങ്ങള്, അനവധി ശ്ലോകങ്ങൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ആ ശ്ലോകങ്ങള് ജപിച്ചുകൊണ്ട് ദേവിയെ സ്തുതിച്ചു എന്ന് പറയാണ്. ദേവന്മാരുടെ സ്തുതി കേട്ട ദേവി അവരെ അനുഗ്രഹിക്കുന്ന ഭാഗങ്ങളാണ് ഇനി അടുത്തതായിട്ടുള്ളത്. നമുക്ക് നാളെ അവലോകനം ചെയ്യാം. മഹാദേവ്യൈ നമഃ.